ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന മക്കൾക്ക് മുന്നിൽ താൻ വരുന്നില്ല എന്നുള്ള കാര്യം പ്രഭാവതി തീർത്തു പറഞ്ഞു. തെരുവിൽ അലയാതെ ഇങ്ങനെ ഒരു ഷെൽട്ടർ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഒരിക്കലും ഞാനിവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു സ്ഥാനം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷമില്ലേ, അത് പാഴാക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുക മക്കൾക്ക് രണ്ടുപേർക്കും. നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞ അമ്മ ഇവരെ പറഞ്ഞു വിടുക കേട്ടോ. അമ്മ ഇവിടെ തന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വരാമെന്നും പറഞ്ഞിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് പ്രഭാവതി അകത്തേക്ക് കയറിപ്പോയി. അമ്മയെന്ന് പറഞ്ഞ മക്കൾ പിന്നാലെ ചെന്നെങ്കിലും അമ്മ മൈൻഡ് ചെയ്തില്ല. അമ്മ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇതൊന്നിനും ഒരു അവസാനമല്ലെന്ന് കരുതിയാൽ മതിയെന്നും പറഞ്ഞ് അമൽ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ് നിരഞ്ജന അമലിനെ സമാധാനിപ്പിക്കുക. അമ്മയുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ, മുത്തശ്ശിയും അമ്മയും നമുക്കിവിടുന്ന് കൊണ്ടുപോകാം എന്ന് നിരഞ്ജന പറയുക. അങ്ങനെ ആ കാര്യമെല്ലാം പറഞ്ഞ് നിരഞ്ജന അവിടുന്ന് പോയി. പിന്നാലെ അജയ് പോയി. പക്ഷെ അമൽ മാത്രം അവിടെ നിന്ന് കരയുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ജാനകി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക. അബിയോടും അതുപോലെ സക്കീർ ബായിയോടും പറഞ്ഞു, എൻ്റെ അമ്മയെ തമ്പി തട്ടിക്കൊണ്ട് പോയതാണെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അപ്പം അതിനൊരു സാധ്യതയില്ല ജാനകി. ആ സ്ഥലത്തെപ്പറ്റി എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിലല്ലേ അവിടേക്ക് അമ്മ പോവുള്ളൂ, തമ്പിക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ പറയുക അബി. എവിടെ നിന്ന് വന്നെന്നോ എവിടെ നിന്ന് പോകുന്നു എന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ശിക്ഷ എനിക്ക് തന്നല്ലോ ദൈവമേ, ഇനി എവിടെ പോയി ഞാൻ അന്വേഷിക്കും എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞു ജാനകി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. അമ്മ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ജാനകി കരയുമ്പോൾ നമ്മൾ പോലീസിൽ ഇവരെ അറിയിച്ച് കഴിഞ്ഞില്ല, അവർ അന്വേഷണം തുടങ്ങിയല്ലോ. പിന്നെ ജാനകി ഇവിടെ നിന്ന് ഇങ്ങനെ കരയാതെ വീട്ടിലോട്ട് ചെല്ലാനായിട്ട് പറയുമോ നമ്മുടെ സക്കീർ ബായി. അപ്പോൾ മോളും ആകെ പരിഭ്രമിച്ചിരിക്കല്ലേ എന്ന് ചോദിച്ചു. ജാനകിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അബി ജാനകിയെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു സക്കീർ ബായി. എന്നിട്ട് ഇല്ല, എൻ്റെ അമ്മ ഇല്ലാണ്ട് ഞാൻ പോവില്ല, അയാളുടെ കയ്യിലാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ജാനകി ഭയങ്കര കരച്ചിലാണേ. തമ്പിയിൽ നിന്ന് രക്ഷിക്കാൻ സക്കീർ ഭായ് ആളെ ഏർപ്പാടാക്കിയതല്ലേന്ന് ചോദിച്ചു. നമ്മുടെ ആൾക്കാരുടെ വലയിൽ തമ്പിയുണ്ട്. തമ്പി ഈ നേരം വരെ അയാളുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അയാൾ എവിടെ പോയാലും നമ്മുടെ ആൾക്കാർ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. നിങ്ങൾ സംശയിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. തമ്പിക്ക് ഇതിലൊരു പങ്കും ഇല്ല എന്ന് നമ്മുടെ സക്കീർ ഭായ് പറയാം. പിന്നെ അമ്മ ഈ സിറ്റി വിട്ട് എങ്ങും പോയി കാണത്തില്ല എന്നും. നിന്ന നിപ്പിലതേ നമ്മുടെ ജാനകിയുടെ ഫോണിലേക്ക് നിരഞ്ജനയുടെ കോൾ വന്നു. ഏട്ടത്തി എവിടെയാണെന്ന് ചോദിച്ചു. എന്താ നീ വേഗം ഒന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷനാവുക. അമ്മ അളകാപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന കാര്യം പറഞ്ഞു. അപ്പം എൻ്റെ ദൈവമേ, എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജാനകി. അബിയേട്ടൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞെന്ന കാര്യം പറയുമ്പോൾ അമ്മ എവിടേക്ക് പോയെന്ന് ചോദിക്കാൻ അബി പറയാം. ഇത് പറഞ്ഞുറപ്പിച്ചതുപോലെയാണല്ലോ, രണ്ടമ്മമാരും എവിടെ പോയല്ലോ എന്നൊക്കെ സക്കീർ ഭായ് പറയണം. അപ്പം അമ്മ എവിടെ പോയെന്ന് വല്ല വിവരവും കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പം അതെ, അമ്മ കാരുണ്യദീപത്തിലുണ്ടെന്നും മുത്തശ്ശിയുടെ കൂടെയാണ് ഉള്ളതെന്ന കാര്യം പറയുമ്പോഴേക്കും ജാനകിക്ക് സമാധാനം. കാരുണ്യദീപത്തിൽ ഇനിയുള്ള കാലം കഴിയാനാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ള കാര്യം നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് പറയൂ കേട്ടോ. പിന്നെ ഞാനും അജയും അമലും ഇപ്പൊ കാരുണ്യദീപത്തിലാണ് ഉള്ളത്. എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ വരാൻ കൂട്ടാക്കുന്നില്ലെന്നുള്ള കാര്യങ്ങളും ജാനകിയോട് പറയാം. ജാനകിയടുത്തി അഭിയേട്ടനും ഇവിടെ കാരുണ്യദീപത്തിന്റെ അടുത്തല്ലേ ഉള്ളത്. അജയും അമലും പോയി ഞാനിവിടെ നിൽക്കുകയാണെന്നും ഏട്ടത്തി നിങ്ങൾ വന്നൊന്ന് അമ്മയോട് സംസാരിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നിരഞ്ജനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മയെയും കാണാനില്ലെന്നുള്ള കാര്യം ജാനകി പറയും. ഞങ്ങൾ അമ്മയെ അന്വേഷിച്ച് നടക്കുകയാണെന്നും അമ്മ എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഏട്ടത്തി അമ്മ ഒരു വിവരം പറഞ്ഞു. വഴിക്ക് വെച്ചൊരു സ്ത്രീ അമ്മയുടെ പിന്നാലെ കാരുണ്യദീപം വരെ വന്നു എന്ന് പറഞ്ഞു. പിന്നെ മാനസിക നില തെറ്റിയ ഒരു ആളാണെന്ന് അമ്മ പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ നിരഞ്ജന പറയുമ്പോൾ നീ ഒന്ന് തെളിച്ചു പറ നിരഞ്ജന, എന്താ അമ്മ പറഞ്ഞേ എന്ന് ജാനകി ടെൻഷനോടെ ചോദിക്കുക. അമ്മ ചോദിച്ചതിനൊന്നും അവർ മറുപടി പറഞ്ഞില്ല എന്ന കാര്യവും അതുപോലെ തന്നെ മാനസിക നില മട്ടിലുള്ള രീതിയിൽ അമ്മ നടപ്പ് എന്നൊക്കെ അമ്മ പറഞ്ഞതായിട്ട് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് പറയാം. പിന്നെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ സ്ത്രീ ആണെന്നും പറഞ്ഞെന്ന കാര്യവും പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി അത് അമ്മ തന്നെയാ അഭിയേട്ട, അമ്മയെ കാരുണ്യദീപത്തിന്റെ പരിസരത്ത് വെച്ച് അഭിയേട്ടൻ്റെ അമ്മ കണ്ടെന്നാ പറഞ്ഞതെന്നുള്ള കാര്യം ജാനകി. എൻ്റെ അമ്മ തന്നെയാ അതെന്ന് പറഞ്ഞു ജാനകി. അപ്പം നിങ്ങൾ വണ്ടി കയറി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ടെൻഷൻ അടിച്ച് അങ്ങോട്ടേക്ക് ഓടുക. ഇവരങ്ങോട്ടേക്ക് പോണു. ഈ ഒരു സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിയോട് നിരഞ്ജന ചെന്ന് വിവരങ്ങൾ ചോദിക്കും. അപ്പോൾ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന കാര്യവും സഹായിക്കാമെന്ന് കരുതി ചോദിച്ചത് ഒന്നും മറുപടി അവർ പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളും ഈ സെക്യൂരിറ്റി ചേട്ടൻ നിരഞ്ജനയോടെല്ലാം പറഞ്ഞു. അപ്പോൾ ശരി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ആ വിവരമായിട്ട് അങ്ങ് പോവുക. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് ജാനകി അന്വേഷിച്ച് നടക്കുന്ന നകുലനെ. എനിക്ക് കിട്ടിയ വലിയൊരു ചാൻസ് ആടാ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നകുലൻ ഭ്രാന്ത് ഇളകി പോവാം. നമ്മുടെ പിള്ളേരെയൊക്കെ ഇറക്കിയിട്ടില്ലടാ, അവളെ ഇന്ന് പിടിക്കണോടാ, അവളെ ഇന്ന് വല വീശണോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറയും. ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജാനകിയുടെ അമ്മ അതുവഴി നടന്നു വരുന്നു. ജാനകിയുടെ അമ്മ അതുവഴി വരുമ്പോൾ അത് ജാനകിയുടെ അമ്മയല്ലേ. വണ്ടി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നകുലൻ ആ വണ്ടിക്കകത്ത് കിടന്ന് ബഹളം കൂട്ടുക. അയാൾ കൂട്ടുന്നു. വണ്ടി നിർത്തി. എന്നിട്ട്
ഇത് ജാനകിയുടെ അമ്മ തന്നെ, എടി ജാനകി നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോകുവാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പോഴേക്കും പിള്ളേരെ വിളിക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഈ നകുലൻ ഡ്രൈവറോട് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ആ സ്ത്രീ നമ്മളോട് കൂടെ വന്നാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ മാത്രം ബലപ്രയോഗത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ നകുലൻ്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നു. എന്നിട്ട് ചേച്ചി എന്താ ഇതിൽ വരുന്നത്, എന്തിനാ അമ്മേ ഈ വെയിലുകൊണ്ട് അമ്മ ഇങ്ങനെ നടക്കുന്നത്, അമ്മ ഒന്ന് വണ്ടി കയറ്, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ ചുറ്റിനും വളഞ്ഞു. അമ്മ വന്ന് വണ്ടി കയറാം, അമ്മ വാ എന്ന് പറഞ്ഞു ഇവന്മാരെ നിർബന്ധിക്കാം. ഈ സമയത്ത് അമ്മ വണ്ടി കയറാൻ കൂട്ടാക്കാതെ വന്നപ്പോഴേക്കും ഇവന്മാർ കാറ് തുറന്ന് അമ്മയെ തള്ളി വണ്ടിക്കകത്തേക്ക് കയറ്റാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അബിയും ജാനകിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ജാനകി അബിയേട്ടാന്ന് പറഞ്ഞു വിളിച്ചു. സക്കീർ ഭായി അബി എന്ന് പറഞ്ഞു വിളിച്ചു. നമ്മുടെ ജാനകി അബിയും കൂടെ അങ്ങ് ചെന്നില്ലേ, ചെന്നിട്ട് അമ്മയെ പിടിച്ചവന്മാരെ ഒരൊറ്റ ചവിട്ടിന് നിലത്തേക്ക് ഇട്ടു നമ്മുടെ അബി. പിന്നെ അവിടെ ഒരു കയ്യാങ്കളി തന്നെയായിരുന്നു. അവന്മാരെ എല്ലാവരെയും അടിച്ചിഞ്ച പരുവാക്കുക നമ്മുടെ അബി. നകുലൻ ഇതെല്ലാം വണ്ടിക്കകത്തിരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. നകുലനാണെങ്കിൽ ജാനകി തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടിക്കുന്നവനെയും, പിന്നെ നമ്മുടെ സക്കീർ ഭായി ആൾ മോശമൊന്നുമല്ല, സക്കീർ ഭായും കൊടുക്കുന്നുണ്ട്. പിന്നെ ജാനകിയും അമ്മയെ പിടിക്കുന്നവനായിട്ട് അടിയിടിയും തൊഴിയും ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ നകുലൻ എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇരിക്കുക. അപ്പോഴേക്കും വലിയൊരു പത്തലെടുത്തുകൊണ്ട് വന്ന് ജാനകി ഈ നകുലൻ്റെ ഡ്രൈവറിനെ അവിടെ ഇട്ട് അടിച്ച് ചതച്ച് പരുവാക്കി. ജാനകി ചില്ലറക്കാരിയല്ലെന്ന് വീണ്ടും ജാനകി തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ അവനെ അടിച്ച് അവനെ അവിടുന്ന് ഓടിച്ചു നമ്മുടെ ജാനകി. അപ്പോഴേക്കും അവൻ ജീവനും കൊണ്ട് ഓടിച്ചെന്ന് കാറിൽ കയറി. എന്നിട്ട് നകുലനും അവനും കൂടെ പോവുക. അടുത്തവന്മാരെ അവിടെ ഇട്ട് അടിച്ച് ഇഞ്ചപ്പരുവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അബി. അപ്പോഴേക്കും ഓടിക്കതച്ചതേ നമ്മുടെ നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഇത് എവിടെ പോയതാ പറയാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വരുമ്പോൾ കണ്ടത് കുറേ പേര് അമ്മയെ പിടിച്ചോണ്ട് പോകാൻ നോക്കുന്നതാണെന്ന കാര്യം ജാനകി ഇങ്ങനെ നിരഞ്ജനോട് പറയും കേട്ടോ. അപ്പോൾ അമ്മ ഇവർ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, അവർ കാറിൽ പിടിച്ച് കയറ്റാനാണ് നോക്കിയതെന്ന് സക്കീർ ഭായി പറയുമ്പം അബിയേട്ടാ അവരാരാണെന്നല്ല സൂചനയും കിട്ടിയോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇല്ല, ഒരു സംശയം വേണ്ട, തമ്പിയുടെ ആൾക്കാർ തന്നെ അവരെന്ന് ജാനകി പറയാം. തമ്പി എല്ലാം കണ്ടെത്തി കഴിഞ്ഞു എന്ന കാര്യം ജാനകി ഇങ്ങനെ പറഞ്ഞു. ഞാൻ അമ്മയും കൊണ്ട് ഇനി എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തമ്പിയുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ലെന്നും അവർ തമ്പിയുടെ ആൾക്കാരും അല്ലെന്ന കാര്യം നമ്മുടെ അബി അന്നേരം ജാനകിയോട് പറയാം. അമ്മയെ കണ്ടപ്പോൾ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് തോന്നിക്കാണുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ അബി പറഞ്ഞു. കുറേ നേരമായിട്ട് അവർ അമ്മയ്ക്ക് പിന്നാലെ നടക്കുകയാണെന്നും സൗകര്യം കിട്ടിയപ്പോൾ കാറിൽ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചതാണെന്ന കാര്യവും നമ്മുടെ അബി പറഞ്ഞു. കാറിൽ മറ്റൊരാൾ കൂടി ഇരിപ്പുണ്ടായിരുന്നു, അയാളുടെ മുഖം കാണാനായില്ല എന്ന് നമ്മുടെ സക്കീർ ഭായി പറയുമ്പം ജാനടുത്തി അമ്മയെ കണ്ടാൽ അറിയില്ല, നല്ലൊരു കുടുംബത്തിലെ ആളാണെന്ന്, ദേഹത്താണെങ്കിൽ ആഭരണങ്ങളുണ്ട്, വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വില പേശാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തായാലും ദൈവം നല്ലതുപോലെ തുണച്ചിട്ടുണ്ടെന്ന കാര്യം നമ്മുടെ നിരഞ്ജന പറയാം. അപ്പോൾ എല്ലാവരും വണ്ടി കയറാം, ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചു പറ സക്കീർ ഭായി എന്ന് പറഞ്ഞു അബി സക്കീർ ഭായിയോട് പറഞ്ഞു. എന്നിട്ട് അവർ വീട്ടിലോട്ട് പോവാം. ഇവിടെയാണ് മേരിയമ്മ ശ്വാസം ഇല്ലാതിരിക്കുക. അപ്പോഴേക്കും അമ്മ പോയിട്ട് ഒത്തിരി നേരമായല്ലോ മേരിയമ്മേ, അപ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞ് മേരിയമ്മ പൊന്നുക്കുട്ടിയോട് പറഞ്ഞു. മേരിയമ്മ അമ്മയൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചോദിക്കാനാ മോളെ എന്ന് മേരിയമ്മ. ജാനകിയെ വിളിക്കാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞ് മേരിയമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വീട്ടുമുറ്റത്തേക്ക് 2 കാറ് വരുന്നതും കാറിൽ നിന്നും അമ്മാമ്മയായിട്ട് അവർ വരുന്നതും പൊന്നുക്കുട്ടി കാണുന്നത്. പൊന്നുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മാമ്മ എന്ന് പറഞ്ഞ് പൊന്നുക്കുട്ടി ഓടിച്ചെന്ന് അമ്മാമ്മയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക. അപ്പം നിരഞ്ജന കണ്ടോ അമ്മ ഉള്ളു തുറന്ന് ചിരിക്കുന്നത് കണ്ടോ ജാനകിയടുത്ത് എന്ന് നിരഞ്ജന പറയുമ്പോൾ ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ ചിരിച്ച് കാണുന്നതെന്ന് ജാനകി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. ആ സമയം പൊന്നു അമ്മാമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അമ്മാമ്മ എവിടെ പോയതാ, അമ്മാമ്മയെ കാണാതായപ്പോഴേ പൊന്നുവിനെ സങ്കടമായി എന്നൊക്കെ പൊന്നു ഇങ്ങനെ അമ്മാമ്മയോട് പറയാം. അമ്മാമ്മ എവിടെയാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴും അമ്മ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ടേ നിൽക്കാം. ഇതിന് അമ്മ എന്തെങ്കിലും മറുപടി പറയും ഉറപ്പാ ജാനകിയടുത്ത് എന്ന് നിരഞ്ജന ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി പറയണം. അങ്ങനെ അവർ പ്രതീക്ഷകളോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ചോദ്യത്തിന് മറുപടി പറയാം അമ്മയെന്ന് അബി പറഞ്ഞു. പറ അമ്മേ, അമ്മയെ കാണാതെ അവൾ എത്രമാത്രം സങ്കടപ്പെട്ടതാണെന്ന് അറിയാമോ, അമ്മ പറ അമ്മയെന്ന് പറഞ്ഞു. മോളെ അമ്മമ്മ എവിടെ പോയതാണെന്ന് ഒന്നുകൂടെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മമ്മ എവിടെ പോയതാണെന്ന് പൊന്നു ഒന്നുകൂടെയും ചോദിച്ചു. പൊന്നുവിനോട് പറ അമ്മാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ചോദിക്ക് പൊന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ പറഞ്ഞ് ഇവർ നിർബന്ധിച്ച് പൊന്നുകുട്ടിയെ കൊണ്ട് ചോദിപ്പിക്കുക. അങ്ങനെ അമ്മാമ്മ എവിടെയാണ് പോയതെന്ന് പറ, മോളെ തേടിയാണോ അമ്മമ്മ പോയതെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയൊന്ന് മൂളി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും ഞെട്ടിയിട്ട് അമ്മ അങ്ങനെ പറയുന്നത് കേട്ട് വഴിയിൽ വെച്ച് ആരെയെ കണ്ടതെന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞു. വഴിയിൽ വെച്ച് ആരെയാ അമ്മമ്മ കണ്ടത് എന്ന് പൊന്നുകുട്ടി ചോദിക്കുക. അപ്പോൾ പൊന്നുവിനെ കാണാതെ ബോറടിച്ചിരുന്നപ്പോൾ അമ്മാമ്മയ്ക്ക് അച്ഛൻ പറഞ്ഞ ആളിനെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങി ഒരു നടത്തം അങ്ങ് വെച്ച് കൊടുത്തു എന്നൊക്കെ സക്കീർ ഭായി. അപ്പോൾ പൊന്നു അമ്മാമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകട്ടോ, നടന്ന് ക്ഷീണിച്ച അമ്മമ്മ വന്നിരിക്കുന്നതെന്ന് നിരഞ്ജന പറയാം. അമ്മമ്മ വാന്നും പറഞ്ഞ് കൊച്ചു അമ്മാമ്മയും വിളിച്ചോട്ട് അകത്തേക്ക് കയറിപ്പോയി.
അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇവരങ്ങ് കയറി പോയപ്പോൾ ദേ എന്തൊക്കെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞിങ്ങനെ നേരത്തേക്ക് നമ്മുടെ ജാനകി അവിടെ നിന്ന് ഇവരോട് പറയാം. അപ്പോൾ ദേ ഇവർ ആ ചികിത്സയുടെ കാര്യങ്ങളെ പറ്റിയും പിന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ ചികിത്സാ രീതി അമ്മയ്ക്ക് ഏൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ശരിയാണെന്നും ഇവർ സമ്മതിച്ചങ്ങനെ നിൽക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന്. പിന്നെ നമ്മുടെ അഭി നിന്ന് ആലോചിക്കുക കേട്ടോ, എന്നാലും അമ്മയെ തട്ടിക്കൊണ്ട് പോയത് ആരായിരിക്കും എന്നുള്ളൊരിതിൽ. അത് ഇങ്ങനെ സക്കീർ ഭായും അതുപോലെ തന്നെ നിന്ന് ആലോചിക്കുന്നു, ആരായിരിക്കും അമ്മയെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത്. എന്തോ ഒരു ലക്ഷ്യം വെച്ചാണ് വന്നിരിക്കുന്നതെന്നും അത് ഉറപ്പാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ അഭി അന്നേരത്തേനും അവിടെ നിന്ന് സക്കീർ ഭായിയോട് പറയാം. അല്ലാതെ വന്നവർ ചുമ്മാ വന്നതൊന്നും അല്ലെന്ന്. അമ്മയെ സംബന്ധിച്ച് ഭ്രാന്തിൻ്റെ അവസ്ഥയൊക്കെ കഴിഞ്ഞതാണെന്നും സംസാരിക്കുന്നില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അമ്മ അങ്ങനെ ആയി കഴിഞ്ഞു എന്നും പറഞ്ഞു. അപ്പം അമ്മയുടെ ഈ ഒരു ഇറങ്ങിപ്പോക്ക് ആരെയോ തിരഞ്ഞല്ലേ എന്നിങ്ങനെ നമ്മുടെ അഭി ചോദിക്കാം. അപ്പോൾ അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണെന്നും അമ്മ ഇഷ്ടപ്പെടുന്ന ആള് കൂടെ ഇല്ലാതെ വന്നപ്പോൾ അമ്മ അവരെ തേടി പോയതാണെന്ന കാര്യങ്ങളും പറയാം. അത് ജാനകി തന്നെ ആവാം എന്ന കാര്യവും പറഞ്ഞു. അപ്പോഴേക്കും അബിക്കൊരു പ്രതീക്ഷ, അതുപോലെ തന്നെ സക്കീർ ഭായിക്കും. മോളെ എന്ന് അമ്മ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ, അമ്മയുടെ മനസ്സിൽ ജാനകി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന കാര്യം സക്കീർ ഭായി ഇങ്ങനെ നമ്മുടെ അഭിയോട് പറയാം. അപ്പം ശരിയാണെന്ന് അഭിയെ സമ്മതിച്ചു. അങ്ങനെ ഇവരിയ്ക്കുമ്പോഴാണ് മേരിയമ്മ അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വരുന്നത്. അപ്പോൾ ജാനകിയും പിന്നാലെ വന്നു. അപ്പോൾ ജാനകിയുടെ മുഖത്ത് നോക്കാൻ പോലും യോഗ്യത നഷ്ടപ്പെട്ടു പോയവളായിട്ട് എനിക്കിവിടെ നിന്ന് പോവേണ്ടി വരുമായിരുന്നു, ഞാൻ പേടിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേരിയമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ മേരിയമ്മ എന്നോട് ക്ഷമിക്കാനായിട്ട് ജാനകി അന്നേരം മേരിയമ്മയോട് പറഞ്ഞു. അപ്പോൾ ക്ഷമ പറയേണ്ടത് ഞാനല്ലേ മോളെ എന്ന് മേരിയമ്മ ചോദിക്കുക. അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ജാനകി പോയതിനു ശേഷം അമ്മയുടെ പെരുമാറ്റം മേരിയമ്മ ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിച്ചു അഭി. അപ്പോൾ ജാനകി പോയതിന് ശേഷമേ രാധാമണിക്ക് ആകെ ഒരു ശ്വാസമുട്ടൽ പോലെ ആയിരുന്നു എന്നും 10 മിനിറ്റ് ഇടവിട്ട് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേക്കും, എല്ലാ മുറികളിലും കയറി ഇറങ്ങി നോക്കുമായിരുന്നു, അതുപോലെ പെറുപെറുത്തുകൊണ്ട് ഇറങ്ങി വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കാരണം ചോദിച്ചാലേ കട്ടിലിൽ ചെന്നിരുന്ന് മുഖം കുനിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും മേരിയമ്മ പറഞ്ഞു. ജാനകിയെ തന്നെയാണ് രാധാമണി അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന കാര്യമൊക്കെ മേരിയമ്മ പറയാം. അപ്പോൾ പതുക്കെ ജാനകിയുടെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നും ഇതൊരു നല്ല സൂചനയാണെന്ന് നമ്മുടെ സക്കീർ ഭായി അന്നേരം പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ആയില്ലല്ലോ സക്കീർ ഭായി, പഴയ ഓർമ്മകളും തിരിച്ചു വരണ്ടേ എന്ന് ജാനകി ചോദിക്കുക. അപ്പോഴല്ലേ എന്നെ മകളായി അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് ജാനകി ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനേക്കുള്ള വഴിയല്ലേ തുറന്നിട്ടിരിക്കുന്നത്, നീ തിടുക്കപ്പെടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് പറയണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഏത് മാറ്റവും ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. അപ്പം നിരഞ്ജന ചെല്ല്, അല്ലെങ്കിൽ നീ എവിടെ പോയെന്നുള്ള അന്വേഷണം ഉണ്ടാവുമെന്ന് അഭി പറയാം. അഭിയേട്ടൻ അമ്മയെ കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അഭിയേട്ടൻ എൻ്റെ കൂടെ വരാനും നിരഞ്ജന പറയാം. അപ്പോൾ അഭി ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അമ്മ കേൾക്കുമെന്ന് നിരഞ്ജനയ്ക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അഭി അന്നേരം നിരഞ്ജനയോട് ചോദിച്ചു. ഒരിക്കലും ഞാൻ പറയുന്നത് അമ്മ കേൾക്കില്ല എന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.